നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഓൾഡ് വീഡിയോ റിയാക്ഷൻ പാർട്ട് 2 അല്ലെങ്കിൽ സെൽഫ് റോസ്റ്റിംഗ് പാർട്ട് 2 എന്നൊക്കെ പറയാം. അപ്പം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 2 ആയിട്ട് വരാം. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു മയത്തിനാണ് ഓരോ വീഡിയോ സെലക്ട് ചെയ്തത്. കുറച്ച് സാമ്പിൾ വെടിക്കെട്ട്. ഇന്നാണ് യഥാർത്ഥ വെടിക്കെട്ട് സുഹൃത്തുക്കളെ. അമ്മേ എനിക്ക് ശക്തിയില്ലേ തറടേ. മുന്നേ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ കെട്ടത്തില്ലായിരുന്നല്ലേ. അയ്യോ മൃദുല ഒരുപാടുണ്ട് കൈസ്. മൃദുലയുടെ മാത്രമല്ല എന്റെയും ഞാൻ താഴോട്ട് പോയപ്പോഴാണ് എന്റെ ആ ഒരു പഴയ ഒരു കാലം ഞാൻ തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയത്. അപ്പം today we will go to our old video അല്ലെങ്കിൽ our cringe video. നമ്മൾ ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ക്രിഞ്ച് ആയിട്ട് തോന്നും അല്ലേ. അപ്പൊ ആ സമയത്ത് നമ്മള് അടിപൊളിയായിരുന്നു. ഏജിന്റെ തോന്നിവാസം ചില പിള്ളേർ ഭയങ്കര യോയോ ഇല്ലേ, അവര് ഇപ്പൊ നീ തന്തമായി വായ്പ യോയോ എന്നൊക്കെ പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആൾക്കാർ യോയോ എന്നൊക്കെ പറയായിരുന്നു. നീയാണ് യഥാർത്ഥ തള്ളവായിരുന്നു കേട്ടാ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനൊന്നും പറയത്തില്ല മൃദുലേ. നമ്മളെ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം, അതിനാണ് കാര്യം. മൃദുല ഇപ്പോഴും അങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. പിള്ളേര് പറയുന്നത് പറയാൻ കൊള്ളൂല പുറത്ത്. എന്താ ഒരു മലയാളമല്ലേ പറയുന്നത്. സത്യം പറഞ്ഞാലേ ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. 2K പിള്ളേരെ കളിയാക്കുന്ന ഇച്ചിരി ഓവർ ആവുന്നില്ല. ഇച്ചിരി റീൽസ് ഒക്കെ ഇച്ചിരി ക്രിയേറ്റേഴ്സ് ഒക്കെ ഇച്ചിരി അവരെ ഒരുപാട് എന്താണെന്നറിയോ, അവർക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് പിള്ളേർക്ക് പേടിയില്ല. ടീച്ചേഴ്സ് അടിക്കാൻ പാടില്ല, പേരൻസ് അടിക്കാൻ പാടില്ല, അവർക്ക് ഫുൾ ഫ്രീഡം ആണ്. ഇപ്പൊ കുഞ്ഞിലെ ടുഡേ വീഡിയോ ഈസ് നോട്ട് എ മോട്ടിവേഷൻ വീഡിയോ നമുക്ക് പറയണമല്ലോ. കാരണം സാമൂഹിക പ്രതിബദ്ധത ഉള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഏട്ടാ. We will go to first video of reaction guys. അന്ന് ആരെ വീഡിയോ ആദ്യം എടുക്കണം. അന്ന് മൃദുലയുടെ ആയതുകൊണ്ട് ഇന്ന് എന്റെ എടുക്കാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ പക്ഷാഭേദം ഒന്നും കാണിച്ചിട്ടില്ല, എല്ലാ വീഡിയോയും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ഐശ്വര്യമായിട്ട് നീ തന്നെ തുടങ്ങിക്കുക. എന്റെ സിക്സ് പാക്ക് കണ്ടോ അവിടെ പട്ടിണി കിടന്നിട്ട് എല്ലാം ചുട്ടിയതാ. കൊടവയറൊന്നും ഇല്ല, സിക്സ് പാക്ക് ഇല്ല, കൊടവയറൊന്നും ഇല്ല. കൊടവയറുള്ളത് ഇവിടെ ഒരാൾക്കാണ്. ഊതിയൊന്നും വിട്ടിട്ടില്ല. ശ്വാസം വിട്ടിരിക്കുക. വേറെ എന്തിനും ഫുള്ള് വിട്ടേക്കുക. അത് കാണാൻ കൊണ്ട് ബാക്കി പെണ്ണേ എൻ കണ്ണേ. കണ്ടതാ. മീശയില്ല, ആരോടോ വെറ്റി വെച്ചിട്ടാന്ന് തോന്നുന്നു മീശ എടുത്ത് കാശിനുള്ള കോളേജ് വരുമ്പോ ബംഗാളി. അയ്യോ ബംഗാളി അല്ല, ബംഗാളി ഇതിലും നല്ലതാ. ഇപ്പോഴത്തെ ബംഗാളിയൊക്കെ എന്നാ ലുക്കായിട്ടാ. അന്ന് വരെ ഞാൻ എഫേർട്ട് എടുത്ത് നിങ്ങൾ ആലോചിക്കണം. 3 കോസ്റ്റ്യൂമിലേക്കാണ് ഓരോ സീൻ. ധനുഷ് പോലും ധനുഷിന്റെ കിടന്ന് പിടിക്കുന്ന സാധനം കിടന്നു പിടിക്കുന്നില്ലടാ. ഒരേ തട്ടിലെന്ന് പറയുന്ന ഒരു മലയാളം വേണ്ടല്ലോ, ഒരു ഇടം പിടിക്കുന്നേ എന്തൊരു ഡയലോഗ് ഉണ്ട്. അന്ന് ഭയങ്കര വൈറലായിരുന്നു. ഫസ്റ്റ് ആയിട്ടുണ്ട് മീശ അടിച്ച് വേറൊരു ലുക്ക്. നെക്സ്റ്റ് വീഡിയോ തവള തെത്ത് തവള തിത്ത്. അവൻ തവളെ പോലെ അവൻ നടക്കുന്ന, അവൻ കോട്ട് വിട്ട് കറുത്ത കാക്ക പോലെ. അണ്ണ വന്ന് പിടിച്ചപ്പോ തട്ടി മാറ്റി. അവൻ എന്തിനാ അങ്ങനെ നിന്നതില്ലേ, പാവമില്ലേ. അവന് ഒരുമാതിരി ആക്കി കളഞ്ഞു. അയ്യോ കൃഷ്ണന്മാരാട്ടോ അത്. അതില്ല ഏട്ടനാ മുഖത്ത് അങ്ങോട്ട് ചിരിക്കുന്നില്ല, മുഖത്താവരുതുണ്ടോ. ഇത് കണ്ടാടി, ഇത് പണ്ട് ഏവിയേഷൻ പഠിക്കുമ്പോഴേ കണ്ടോ ബെൽറ്റ് കണ്ടോ പൊത്തിരിക്കുന്ന. ബെൽറ്റ് പൊത്തിരിക്കുക. പുതിയ ബെൽറ്റ് വെച്ചില്ല, പഴയ ബെൽറ്റാ. അറിയത്തില്ലായിരുന്നു, കുറച്ച് പഠിച്ചത്. കൊള്ളാമോ? കുഴപ്പമില്ല. 4 ഇത് പണ്ടത്തെ ക്യൂട്ട് ഫേസ്. ഇത് നീയാണോടാ ഇത്? കുടിത്താൽ മുത്തമിഴ് നീ കെട്ടിത്തൊട്ട് സിരിത്താമിഴ് നീ പേശിയ വാട്ടുകൾ പൈന്തമിഴ്. എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ, ഈ കാല് കൊണ്ട് ഭയങ്കര സ്റ്റെപ്പ് കളിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ കളിയില്ല. എന്തോ എനർജി പോയത് കൊണ്ടായതോ വയസ്സായത് കൊണ്ടോ പണ്ടിങ്ങനെ കാല് ക്രോസ്. സത്യം പറഞ്ഞാൽ ഏട്ടന്റെ വീഡിയോ, പണ്ടത്തെ വീഡിയോ ഞാൻ കാലിലേ നോക്കത്തുള്ളൂ, ഷൂവും കാലും.
ഭയങ്കര സ്പീഡിന് എനിക്ക് സ്റ്റെപ്പ് നോക്കുന്നത്. ഇപ്പോഴും കളിക്കില്ല നല്ല. ഇപ്പം ഡാൻസുകൾ ഒരുപാട് കളിക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. കൊച്ചിനെ ഡൈപ്പർ അപ്പിയും കോരിയിട്ട് ഡൈപ്പർമാരുടെ സമയം കിട്ടുന്നില്ല. സത്യം. നീ എന്നാടാ അപ്പി കോരിയത്? കയറി പറയടാ. ഇതൊക്കെ ആരുടെ കമന്റ് പൊളിയാട്ടോ മച്ച. ഓ അടുത്തത് ബിനിലിന്റെ ഒരു വീഡിയോ. അറിയാ. ഓ ആ സ്റ്റൈല് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടില്. പാം ഗൾഫിൽ പോയിട്ടോ. സത്യം പറഞ്ഞ അന്ന് കോഴിത്തരം കാണിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷെ അന്ന് ഇച്ചിരി അന്ന് നമ്മൾ എഫേർട്ടൊക്കെ എടുത്തായിട്ട് വീഡിയോ ചെയ്യുന്നത്. ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് ഒരു ലക്കിന് ഞാൻ കയറി തന്നെയാണ്. ഇത് ഏതാണ്ട് 5 വർഷം മുമ്പുള്ള വീഡിയോ ആണ്, 2020 വീഡിയോ കേട്ടോ. ആ മുടിയുടെ കട്ടി നോക്കിയിട്ട് നല്ല മുടി ഉണ്ടായിരുന്നത്. ഓ തറയിലുണ്ടോ അത് തൂത്തെടുത്തേ? പൊള്ളി വീഡിയോ കേട്ടോ. ഇപ്പോഴും അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മുടി ഭയങ്കര തിക്കേറാട്ടാ. അമ്മൂട്ടനെനിക്ക് വിളി ആ മൊട്ടയാ. ഞാൻ കണ്ടിട്ടുണ്ട്. അടി എന്റെ ആ ഷൂ കണ്ടാടി, കണ്ണാപ്പി ഷൂ. അന്ന് ഇങ്ങനെ ആയിരുന്നേ. അങ്ങില്ല ലെഗിൻസ് പോലെ അതില്ലേ അടിച്ചിട്ടുണ്ടല്ലോ, അത് പോരാ. എന്നിട്ട് കുത്തി വെക്കും, പിന്നെ കുത്തി വെക്കും അതിന്റെ കൂടത്ത്. അത്രയും മുറി നടക്കുന്ന ഇങ്ങനെയാണ്, നടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ് നടക്കണം. എന്നുവെച്ചാ അമ്മാതിരി എവിടെയെങ്കിലും പോയി ഇരിക്കാനൊക്കെ പാടാ. നിക്കറ് കീറും എവിടെയെങ്കിലും പോയി ഇരുന്ന. ഇറക്കി അതൊക്കെ പണ്ടത്തെ ഫാഷൻ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ജെട്ടിയുടെ എലാസ്റ്റിക് കാണിക്കണം. ഇപ്പൊ എല്ലാവർക്കും ബാഗിയാ, ഫുൾ ബാഗി. ഇത് കണ്ടാടി, ഇതെന്റെ അത് ഞാൻ അന്ന് കണ്ടിട്ടോണ്ടിരിക്കാൻ. അവരെ കാണിക്കാം, അവരാ കാണണ്ടേ. ഓ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാ, മരത്തിൽ കെട്ടിയിട്ട്. അന്ന് ബിന്നില് കൊറേ ഉമ്മാരും കൂടി ചേർന്ന് ചെയ്ത പണി. എന്റെ ബർത്ത്ഡേക്ക് മഞ്ഞപ്പൊടി, മുട്ട, മാവ്, പുളിച്ച മാവ്, പുളിച്ച ചാണകമുണ്ടോ? ചാണകമില്ല. ഈ ഇതിലെന്തായിരുന്നു എഴുതിയിരുന്നത്? എന്ന് ബർത്ത്ഡേ ആണ്. എല്ലാ അവന്മാർ കോളേജ് വിട്ടപ്പം മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി പണ്ട് അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ചെയ്യണം. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യല്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ ഇല്ല. യവന്മാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കോളേജിൽ ആകെ യവന്മാർ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. എനിക്കറിയാൻ ബിരിയാണിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബർത്ത്ഡേ അന്ന് കോളേജ് വരത്തില്ല. എവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്? കില്ലർ റൈസാ? നിന്നെ കണ്ട ചാവോ? അടുത്തൊന്നും സംസാരിച്ചാലായിരിക്കും അപ്പോഴേ കില്ലാന്ന്. എന്റെ കണ്ണ് ഭയങ്കര വണ്ണമില്ലാത്ത സമയത്ത് നല്ല ഉണ്ട കണ്ണായിരുന്നു. ഭാഗത്തോട്ട് അന്ന് പൈസ തന്നു. കോളേജ് സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഫ്രണ്ടിൽ ഒരു പാത്രം വെച്ചിട്ട് പിള്ളേരുടെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിക്കും. എന്നിട്ട് അതിന് പോയി ചായം കെട്ടി തിന്ന ചെറ്റയാണ് ബിനിൽ ബൈജു. നീ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടിയിട്ടില്ല, എന്നേലും എന്റെ കൈ കിട്ടും, നോക്കൂ എന്നെ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ ആറ്റി കൊണ്ട് തന്നെ കുളിച്ച് 3 ദിവസം എടുത്ത് ഈ മുട്ടയുടെ നാറ്റം പോകാൻ വേണ്ടിട്ട്. ക്ലാസ്സിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ പാരന്റ് ലെവലായിരുന്നു. बहादुर वो नहीं जो डर से ना डरे, बहादुर वो है जो डर के आगे निकल जाए, क्योंकि डर के आगे जीत है. ഇത് ഭിത്തിയില് പേപ്പർ എഴുതി വെച്ചേക്കോ മലയാളത്തിൽ. സീരിയസ്ലി ഇതിന്റെ അർത്ഥം അറിയാം, വല്ല അറിഞ്ഞിട്ടാണ് പറഞ്ഞേ. ഇത് മൗണ്ടൻ ഡ്യൂണിന്റെ പരസ്യത്തിന് എന്തോ സ്ക്രിപ്റ്റ് അയച്ചത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. എന്തുവാ പറയുന്നത് പോലെ എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഇത് പണ്ടുള്ള എനിക്കറിയാൻ പറ്റും എന്ത് സംഭവം. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല എന്തോ എഴുതി. അടി ചിരിക്കാതുണ്ടോ? അടി ചിരിക്കാതെ പിടിച്ചിരിക്കുന്നുണ്ടോ? മൂക്ക് തുറന്നു വെച്ചിട്ടുണ്ടോ? അത്ര ഇല്ല കേട്ടാ. ഇങ്ങനത്തേക്ക് വെറുപ്പീര് ചെയ്തിട്ടുണ്ട് പണ്ട്. मेरा पैशन, मेरा जज्बा, oh my God. क्या बात है? ऐसे ही आगे बढ़ते रहो, क्योंकि आगे जीत है. പുള്ളി എന്തോ പറഞ്ഞു, നീ എന്തോ പറഞ്ഞു. എടാ നീ വീട്ടിൽ വാ, കൊടംപുളി ഇട്ട് നല്ല ചൂരക്കറി വെച്ചിട്ടുണ്ട്. അവിടെ നാട്ടില് കൊടംപുളി ഇട്ട ചൂരക്കറി. ഇതൊക്കെ പക്കാ ക്രിഞ്ചാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് സെലിബ്രിറ്റി ഒന്ന് കോൾ ചെയ്ത് എന്നെ
ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അന്നൊക്കെ ഏട്ടന്റെ ഒരു ലെവലേ ഇപ്പഴാ ശരിക്കും പാൻ ഇന്ത്യ ആയത്. അന്ന് ഇത് എന്തോ ക്യാമ്പയിൻ ഒക്കെ ആയിരുന്നു പുല്ല്, ഇതൊക്കെ എന്തോന്ന് എനിക്ക് അറിയാം. ചെയ്യുമായിരുന്നല്ലോ ഇട്. Let's do guys. അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ അപ്പൂപ്പന്റെ സഞ്ചി ഓടിക്കോ കണ്ടപടി. ഞാനല്ലേ പറയണ്ട, നീയല്ല. എനിക്കൊരു അവസരം ഞാൻ തരത്തില്ല, ഞാൻ പറയും. അതൊന്ന് കേക്കട്ടെ. അവന്റെ കീറിയ സഞ്ചിയായിട്ടാണ് വന്നേക്കുന്നത്. ഇതെന്തുവാണ് അതിന്റെ അണ്ണാക്കില് അലാറം വെച്ചേക്കുന്നു? അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി, അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി, അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. സിമ്പിൾ ഒന്ന് പറഞ്ഞേ. അച്ഛൻ തയ്ച്ച സഞ്ചി തഞ്ചയിൽ സഞ്ചി, അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി, അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. പറഞ്ഞേ. ഞാൻ പറയണോ? അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി, അച്ഛൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. സിമ്പിൾ, സിമ്പിൾ. ഫിൽറ്റർ വാര്യങ്ങ. ദേവ് ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്തേക്കുന്നേ. എനിക്കൂടെ തരുമോ സാർ? ലിങ്ക് ഉണ്ടോ? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടോ? എന്റെ ചുണ്ട് ചുമന്ന. എടേ നമ്മുടെ ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ട് പിഗ്മെന്റഡ് ആയി കറുത്തത്. അതിപ്പോ എന്താണ്? അതിപ്പോ ലിപ്സ്റ്റിക് ഇടുന്നവരുടെ എല്ലാവരും അവസ്ഥ ഏതാ? ഊണിലും ഉറക്കത്തിലും കക്കൂസിൽ വരെ പോകുമ്പോഴും ലിപ്സ്റ്റിക് ഇട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും കേട്ടോ. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടൊക്കെ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഓ കാലടി വയ്യ ഇത് വൈ നിക്കറ് കീറുവാർക്കാ. എലോൺ അടിച്ചിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇത് വിനില് കോളേജിൽ പഠിക്കുന്ന സമയത്തേ അവിടുത്തെ എന്തോ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ ഒക്കെ എന്തോ കുറച്ച് കൗണ്ടർ അടിക്കാനേ ചുറ്റും കുറച്ച് ആൾക്കാർ വേണം. കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ വേണം. ബില്ല് 10 പേരുണ്ടെങ്കിൽ ബില്ല് വേറെ ലെവലാണ്. നമ്മള് ബില്ലിനെ മാത്രം ശ്രദ്ധിക്കുക, അതിനുള്ള ടൈമേ കിട്ടും. കഷ്ടാടാ ഇത് കാണുമ്പോ ഉള്ള അവസ്ഥ നോക്കി. ഓ എത്തിപ്പിടിക്കും. അന്നാലും വണ്ണം കുറവാ, മുടിയൊക്കെ സ്ട്രൈറ്റ് അവിടെ ഇങ്ങനെ ഇടുക. അതാ സ്റ്റൈല്. സ്റ്റൈലൊക്കെ അറിയുമോ? ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ ചപ്പിച്ച് സ്ട്രൈറ്റ് അങ്ങോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ചുമന്ന കുങ്കുമം ഇട്ട് സ്കിൻ ഫിറ്റ് പാൻറ്റും ഇട്ട് ഒരു വരക്കൊണ്ട് രാവിലെ ഡിയോ മഞ്ഞ ഡിയോ സ്കൂട്ടിയില് കൂടെ കൂടി ഇങ്ങനെ ആകും. അപ്പൊ എന്റെ സംഭവം കഴിഞ്ഞട്ടോ. ഇനി മൃദുലയുടെ ജമ്പ് ചെയ്യാ. ഇനിയാണ് യഥാർത്ഥ വെറുപ്പിക്കൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് ഗോ. ശക്തി ഇറങ്ങേ. ഒരു ഡ്രീമും ഇല്ല, പ്രത്യേകിച്ച് ഒരു ഡ്രീമും ഇല്ല അവക്ക്. പെട്ടുപോയി. അത് കിട്ടിയില്ല എനിക്ക്. ശരിയാ നീ പറഞ്ഞു, എനിക്കത് കിട്ടിയില്ല. ஷர்ட் பட்டன் ஓபனா இருக்கணும். சென்சர் எனக்கு இந்த மாதிரி. அப்புறம் கொஞ்சம் കരടമുള്ള അത് ആവശ്യത്തിലധികം ഉണ്ട്. കരടമുറടെ അല്ല, അത് കൊള്ളായിരുന്നില്ല. അത് നല്ല ആക്ട് ആയിരുന്നു. മേലാവർത്തിക്ക് കൊള്ളായിരുന്നു. തമന്നയുടെ ആക്ടർ പണ്ട് ഒരു ടൈം ഉണ്ട് ഒരുങ്ങും, എവിടെ പോകത്തൊന്നുമില്ല. പക്ഷെ എവിടെ ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന അയ്യോ ടിക്ടോക്ക് എടുക്കാനോ വീട്ടെടുക്കാനോ. തോക്ക് വെടിവെക്കുവാ. ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ വെടിവെക്കും, നീ പേടിക്കണം. അടുത്ത ട്രാൻസിഷൻ இல்ல ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ഇങ്ങോട്ട് എണീറ്റ് വാ. പക്ഷെ ഇതിനെക്കാട്ടി ബെറ്റർ ആദ്യം വന്നായിരുന്നു. ആദ്യം ആ പല്ലും തേച്ചോണ്ട് വന്നത്. ആ വോയിസ് തൊട്ട് കറക്റ്റ് മാച്ച് ആവുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ കേട്ടാ? അയ്യോ എനിക്ക് ഓർമ്മയില്ല. മൃദുലയുടെ തല വലുതും ഉടല് ചെറുതുവാ. ആ കൂട്ടിക്കിടക്കുന്ന പട്ടി ചീത്ത വിളിക്കുന്നുണ്ട്. ഇന്ന് എന്റെ ജൂലി ചത്തുപോയി. കൊന്നതാ എന്നെ. അതിന്റെ ദിവസം ആ പട്ടിക്കൂട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് കളിച്ച് ആ പട്ടി ആ ഇരുമ്പില് തലയടിച്ച് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തതാ. അല്ല തന്നെ ഇതൊക്കെ കാണണ്ടേ? അത് ഓ
മഴയുടെ എഫക്റ്റ് ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. വെയിലിന് വെയിറ്റ് കൊടുത്ത് അന്നത്തെ എഡിറ്ററിനെ അങ്ങനെ മറക്കരുത്. ചുണ്ട് കടിക്കണം ഇല്ലേ? അതാ മെയിൻ ഇല്ലേ? ചുണ്ട് കടിക്കണം. എല്ലാത്തിലും ചുണ്ടുകടിപ്പുണ്ട് കേട്ടോ. കാണാനാ കാണാൻ സുന്ദരി കൺട്രാവി. ഏത് 20? കറക്റ്റ് വയസ്സിലായിരുന്നു. 20 വയസ്സിലായിരുന്നു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കറക്റ്റ് എത്ര വയസ്സ് തോന്നുന്നു? കറക്റ്റ് 20 വയസ്സ്. എനിക്കൊരു 26-27 വയസ്സ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഫേസ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ 5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ആയിട്ടായിരുന്നേ. 5 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കാറ്റാടി കുറച്ച് കീഴത്തുണ്ട്, അണ്ണാക്കിന് കീഴത്തുണ്ട് ചേർന്ന അമ്മയുടെ തയ്ക്കുന്ന റൂമിൽ ഫാൻ എടുത്ത് മുന്നിലോട്ട് വെച്ചിട്ട് അന്നേരം അവിടെ എടുത്ത് വേടിയ. അമ്മയടുത്ത് നല്ല അച്ഛന്റെ ഡാൻസ് കണ്ടാണ് ഈ അമ്മ വീണത്. അച്ഛന്റെ ഡാൻസ് തിരിച്ചാ എന്റെ പുറകെ നിന്ന് കോളേജിൽ ശല്യപ്പെടുത്തുമായിരുന്നു. പുറകെ നടന്നു തന്നെ വളച്ചെടുത്തത്. എന്റെ ദൈവമേ, ഡാൻസ് പഠിക്കാൻ ഒരുപാട് പെൺകൊച്ചുകളുണ്ടായിരുന്നു. എവള് കോഴിയായിരുന്നു. കോഴി എവള് കോഴി. ഞാൻ വിചാരിക്കേ ഞാൻ കളിക്കുന്ന കൊള്ളാത്തോണ്ട് എന്നെ നോക്കി ചിരിക്കുന്നേന്ന്. ഞാൻ എത്ര വട്ടം പിണങ്ങി ചെന്നിരിക്കുമ്പോ ബില്ലേട്ടൻ മാറി പെങ്ങളെ പോട്ട് പെങ്ങളെ നമ്മളെ കൂട്ടൊന്നും പറ്റത്തില്ല. ഞാൻ ഡാൻസ് സ്റ്റെപ്പ് ഇടുമ്പോ എന്നെ ഇങ്ങനെ സൈഡിൽ നോക്കിട്ട് അയ്യടാ ഇവിടെ സ്റ്റെപ്പ് കളിക്കും, ഇവിടെ ആളെ നോക്കും. പിന്നെ പഠിപ്പിക്കുന്ന ഏട്ടനാണ്, ഞാൻ കാലേ മാത്രമേ നോക്കത്തുള്ളൂ. സ്റ്റെപ്പ് എങ്ങോട്ടാ പോന്നെ, കാലെങ്ങോട്ടാ പോന്നെ. നീ കാലേ മാത്രമേ നോക്കത്തുള്ളൂ. അമ്മയ്ക്കാ പെട്ടത് അമ്മയല്ല അച്ഛനാ. പെട്ടാടാ. ഇല്ല അമ്പൂട്ട വാ ശരിയാക്കുന്നില്ല. അപ്പുറത്ത് നിന്ന് മുണ്ട് നോക്കി കാണിച്ചു. അതാണ് ഈ ഒരു എക്സ്പ്രഷൻ. നോക്കണേ മുണ്ട് കാണിച്ചു കാണിച്ചേ. അപ്പോഴേ അല്ല ഇപ്പോഴാ മുണ്ട് നോക്കിയത്. ആ എക്സ്പ്രഷൻ കണ്ട. എന്റെ എക്സ്പ്രഷൻ നോക്കേട്ടാ. നീ ഇത് കണ്ടിട്ട് നീ പറ. ചുണ്ടോട്ട് കാണിച്ച ചുണ്ട് എന്തോ ഇല്ല. ഞാൻ ഈ ചമ്മി എക്സ്പ്രഷൻ ഇട്ടു. അടുത്ത വീഡിയോ പിരിക്കണ്ട അത് കാട്. അച്ഛ ഭയങ്കര എങ്ങല്ലേ. മയപ്പനായി പോയി. എന്തേലും പറയണോന്നെ ഭാഗ്യം. ഒന്നും പറയണ്ട. അന്ന് അച്ഛ ഒരു കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വാ, നമുക്കൊരു വീഡിയോ എടുക്കാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ കാണുന്നത്. പോട്ടെ വിട്ടേക്കുന്നേ. അയലൊക്കെ വിളിച്ചു പോകുന്നേ. ആ റോഡിൽ കൂടെ പോയിട്ട് പട്ടി, ആ പട്ടിയെ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നേ. പോടാ. ഇതൊക്കെ നല്ല വീഡിയോ കേട്ടോ. നമ്മള് നല്ലതിനെ എനിക്ക് ടിക്ടോക്കിൽ അത്യാവശ്യം ആ ഒരു ടൈമിൽ കേറിയ വീഡിയോ ഈ വീഡിയോ. 6000 ലൈക്ക് ഉണ്ട്. എന്തിനു വേണം ഇപ്പം പോ മൂഞ്ഞി ഇതായിരിക്കുന്ന ഇവിടെ കുത്തി ഇറുക്ക കൊടുത്ത് ഇറുക്ക തള്ളിയിടും കടലോർക്ക. എന്താ ഉള്ളല്ലേ ഇതൊക്കെ കണ്ട് പണ്ടിട്ട് എന്തിനു ഞാൻ നിന്നെ ഓർത്ത് ചെയ്യുന്ന വീഡിയോസ് ആണ് നീ കാണാൻ വേണ്ടിട്ട്. പക്ഷെ കാണുന്നത് വേറെ ആൾക്കാരാണ്. നീ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇപ്പഴല്ലേ എന്തോ ആത്മാവോ ഫ്രണ്ടിൽ കൂടെ പോന്നേ. എന്റെ ആത്മാവ് നീയാ. ആത്മാവാണ് എഫക്റ്റ് വഴി പോന്നേ. നിന്റെ അടുത്തേക്ക് വരുമോ ഞാൻ പറഞ്ഞിട്ട്. ശ്വാസം മുട്ടുന്നു. ഇതാണ് കുതിരയുടെ ഒറിജിനൽ ഫേസ്. കൊണ്ടത്തെ എന്തോ കഴുത്തി പട്ടി തൊടല്ലോ. ആ ചേട്ടൻ നല്ലോണം കളിക്കുന്നു. നീ എന്തോ കുട്ടി പറയാൻ ശ്രമിക്കുന്നേ അതല്ലെന്ന്. അയ്യേ കോഴി മൃദുല സ്പോട്ടഡ് 2019. മ്യൂസിക്കലിയാ മോനെ. ടിക്ടോക്കിന് മുന്നേ ഉള്ള മ്യൂസിക്കലി.
ചെറുക്കൻ. അടുത്ത വീഡിയോ. എടാ നീ നിന്റെ അയ്യേ മോന്തിരിക്കുന്നു നോക്കിയാണ്. എന്ത് ബാബു ഇത്? ഏത് വർഷം? ഇത് പശ ചാണകം ഇടുമ്പോള്ള 2018 കേട്ടോ. സാഡ്. പൊട്ടി, അവിടെ പൊട്ടിപ്പോയി അച്ഛൻ. ഹൃദയം ഉടഞ്ഞു പോയി. ആക്ടിങ് സ്കില്ലിന്റെ മുമ്പിൽ അച്ഛൻ താഴോട്ട് പോയി കുട്ടി. അയ്യോ ആക്ടിങ് സ്കില്ലേ. എന്നെ ഒന്ന് കൊല്ലാതിരിക്കാമോ? ഞാൻ ഇറങ്ങി പൊക്കോട്ടെ. പള്ളി എനിക്ക് ഒന്നുകൂടി കാണണം. അതിന് അടിയിൽ ആരോ കമന്റ്, എന്താടി കരയുന്നേന്ന്. നമ്മള് വീഡിയോ അവസാനിച്ചിരിക്കുന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ. നൈസ് ആൻഡ് അടിപൊളി. ഓസം വീഡിയോ ആയിരുന്നു. നല്ല രസമാട്ടോ ഇങ്ങനെ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട്. പഴയ മെമ്മറീസ് ഞാൻ ഇപ്പഴാ കാണുന്നത്. എന്നെ കാണിച്ചിട്ടേ ഇല്ല. ഞാൻ ഡൗൺലോഡ് ചെയ്ത്, അവൾ അറിയാതെ ഡൗൺലോഡ് ചെയ്ത്, അവളെ ഐ ഡി കയറിയിട്ട്. ഹാപ്പി. പഴയ ഓർമ്മകളിലൂടെ ഇച്ചിരി നേരം പഴയ ഓർമ്മകളിൽ കൂടെ, പഴയ ആ ഒരു അവതാരവും വെറുപ്പീരും. ഒരു 7-8 വർഷം ഇപ്പോഴും മൃഗയുടെ ഉള്ളിലുള്ള ആ ഒരു വെറുപ്പീര് ക്യാരക്ടർ അങ്ങനത്തെ കൂടെ കൂടെ പൊങ്ങി വരുമ്പോ ഞാൻ അടിച്ചു താക്കും. ചുമ്മാ അങ്ങനെ ഇഷ്ടമുള്ള ചെയ്തോളി. നീ ചെയ്താലേ എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ് കിട്ടും. നീ ഇനി ചെയ്യണം. 2024 ചെയ്താൽ എനിക്ക് 5-6 കൊല്ലം എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. അമ്മയുടെ വെറുപ്പീരൊക്കെ കാണുമായിരുന്നു. അപ്പോ അച്ഛന്റെ അത്ര ഇല്ലായിരുന്നു മക്കളെ, അമ്മയുടെ ആയിരുന്നു. അവൻ വലുതാകുമ്പോ ഇതൊക്കെ കാണുമായിരിക്കും. കാണും കണ്ടിട്ട് പറയാം. ലാസ്റ്റ് അവൻ എന്നെ റോസ്റ്റ് ചെയ്യലിയായിട്ട് റോസ്റ്റ് ചെയ്ത പോലെ. 2 ദിവസമായിട്ട് അമ്മ ഭയങ്കര ആക്റ്റീവ്. നമ്മള് വാക്സിൻ ഒക്കെ എടുത്തതിന് ശേഷം ആദ്യമൊക്കെ വെച്ച് വേനയായിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ ആയി, സെറ്റ് ആയിട്ടുണ്ട് നമ്മള്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.